കലൂർ സ്റ്റേഡിയത്തിലെ VIP ഗാലറിയിൽ നിന്നും വീണ് ഗുരുതരമായി പരിക്കേറ്റ ഉമാ തോമസ് MLA ICUവിൽ തുടരുകയാണ്. നിലവിൽ അപകടനില തരണം ചെയ്തിട്ടില്ല. ശ്വാസകോശത്തിനും വാരിയെല്ലിനും തലച്ചോറിനും പരിക്കേറ്റിട്ടുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘമാണ് പരിശോധിക്കുന്നത്. സംഘാടകർക്ക് സംഭവിച്ചത് ഗുരുതരമായ വീഴ്ച എന്ന പ്രാഥമിക റിപ്പോർട്ട്. നൃത്ത പരിപാടിയുടെ സംഘാടകർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തു. സ്റ്റേജ് നിർമ്മാണ കരാറുകാർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. ഇപ്പോൾ രേഷ്മ ബാബു ആശുപത്രിയിൽ നിന്ന് തത്സമയം ചേരുകയാണ്. രേഷ്മ, നമുക്കറിയാം എല്ലാവരും ഇപ്പോൾ ഉമാ തോമസിന്റെ ആരോഗ്യ സ്ഥിതിയെക്കുറിച്ച് ആശങ്കാപൂർവ്വം കാത്തിരിക്കുകയാണ്. അടുത്ത മെഡിക്കൽ ബുള്ളറ്റിൻ 10:30 പുറത്തേക്ക് വരിക എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. വളരെ ഗുരുതരമായി പരിക്കേറ്റിരിക്കുകയാണ് ഉമാ തോമസ്. ഇപ്പോഴും വെന്റിലേറ്ററിൽ തുടരുന്നു എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് രേഷ്മ? ദേവിക, ഉമാ തോമസ് MLA കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുകയാണ്. പരിക്കുകൾ ഗുരുതരമെന്ന് ഇന്നലെ തന്നെ മെഡിക്കൽ വൃത്തങ്ങൾ വ്യക്തമാക്കിയതാണ്. 10:30 മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറങ്ങും. അതിൽ 24 മണിക്കൂർ നിരീക്ഷണത്തിൽ തന്നെയാണ് തുടരുന്നത്. ഈ പരിക്കുകളെന്ന് പറയുന്നത് തലച്ചോറിനും അതോടൊപ്പം തന്നെ ശ്വാസകോശത്തിനും നട്ടെല്ലിനുമാണ് പരിക്കേറ്റിട്ടുള്ളത്. ഇത് ഗുരുതരമായിട്ടുള്ള പരിക്കുകൾ തന്നെയാണ്. ബോധം, അതോടൊപ്പം തന്നെ പ്രതികരണം, ഓർമ്മ ഇവയൊക്കെ തന്നെ ബാധിക്കുന്ന രീതിയിലുള്ള പരിക്കുകളാണ്. എന്തായാലും അടിയന്തര ശസ്ത്രക്രിയ ആവശ്യമില്ല എന്ന് ഇന്നലെ തന്നെ ആശുപത്രി അധികൃതർ പറയുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 24 മണിക്കൂർ നിരീക്ഷണം അത് അനിവാര്യം തന്നെയാണ്. എന്തായാലും തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുകയാണ് ഉമാ തോമസ് MLA. ഞാനിപ്പോൾ നിൽക്കുന്നത് ദേവിക ഈ കലൂർ ജയലൻ സ്റ്റേഡിയത്തിലാണ്. ഇവിടെ വെച്ചിട്ടാണ് ഉമാ തോമസ് MLAക്ക് പരിക്ക് പറ്റിയിട്ടുള്ളത്. ഈ വഴി എന്ന് പറയുന്നത് VIP-കളൊക്കെ തന്നെ ഈ വഴിയിലൂടെയാണ് കടന്നു വന്നത്. ഇതിന്റെ മുകളിലായിട്ടാണ് താൽക്കാലികമായിട്ട് സ്റ്റേജ് നിർമ്മിച്ചിട്ടുള്ളത്. കലൂർ ജയലൻ സ്റ്റേഡിയം 12,000 ആളുകൾ പങ്കെടുത്ത ഒരു നൃത്ത പരിപാടി, അതിന്റെ ഉദ്ഘാടന ചടങ്ങായിരുന്നു ഇന്നലെ നടന്നത്. ഈ കാണുന്ന ഭാഗത്താണ് ഉമാ തോമസ് MLA വീണത്. ഈ ഏകദേശം FIR പോലീസിന്റെ പ്രഥമ വിവര റിപ്പോർട്ടിൽ പറയുന്നത് 14 അടിയോളം ഉയരത്തിൽ നിന്നുമാണ് വീണത് എന്നുള്ളതാണ്. ഈ തൊട്ടുമുകളിൽ, ഞാനിപ്പോൾ നിൽക്കുന്നതിന്റെ തൊട്ട് മുകളിലാണ് ഈ താൽക്കാലികമായിട്ട് സ്റ്റേജും അതോടൊപ്പം തന്നെ VIP ഗാലറിയും ക്രമീകരിച്ചിട്ടുള്ളത്. ഈ കാണുന്ന ഇടയിൽ കാണുന്ന ബാരിക്കേഡും അതിന്റെ പിന്നിൽ കാണുന്ന ചെയറുകളും കസേരകളും എന്ന് പറയുന്നത് പെർമനന്റ് ആയിട്ട് ഈ സ്റ്റേഡിയത്തിലെ VIP ഗാലറിയാണ്. അതിന്റെ മുകളിലായിട്ട് താൽക്കാലികമായി കമ്പികൾ കെട്ടിക്കൊണ്ടാണ് ഈ സ്റ്റേജ് ക്രമീകരിച്ചിട്ടുള്ളതും അതിന്റെ തൊട്ട് താഴെ ഈ പറയുന്ന VIP ഗാലറിയും. അതിന്റെ ഈ VIP ഗാലറിയുടെ ഭാഗത്തു നിന്നുമാണ് ഈ താഴേക്ക് പൊടുന്നനെ ഉമാ തോമസ് MLA വീണത്. ഈ ക്യൂ മാനേജർ മാത്രമാണ് ഒരു റിബൺ കെട്ടിക്കൊണ്ട് ആ VIP ഗാലറിയുടെ ആ പാസേജിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നത്. ഈ ക്യൂ മാനേജർ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഒരു വെറും സ്റ്റീൽ കൊണ്ടുള്ള എടുത്തു മാറ്റാൻ സാധിക്കുന്ന ഒരു സിസ്റ്റമാണ് അത്. അതിന്റെ നടുക്കായിട്ട് റിബണും കെട്ടിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ഇത്ര ഉയരത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി ഒരു കാല് തെറ്റിക്കഴിഞ്ഞാൽ ആദ്യം പിടിക്കുന്നത് തൊട്ട് പിന്നിലുള്ള അല്ലെങ്കിൽ ആ ഭാഗത്തുള്ള ഏതെങ്കിലും വസ്തുവിലായിരിക്കും. അതുപോലെ തന്നെയാണ് ഉമാ തോമസും പൊടുന്നനെ പിടിച്ചത് ഈ ഒരു ക്യൂ മാനേജറിലാണ്. ആ ക്യൂ മാനേജറും ആയിട്ട് താഴേക്കാണ് ഉമാ തോമസ് MLA വീണത്. ഇവിടെ ഈ ഓടയുടെ ഭാഗത്തുള്ള പാളികൾ, ഈ കോൺക്രീറ്റ് പാളികൾ നമുക്ക് കാണുമ്പോൾ മനസ്സിലാകും ഇത് ഓട പോകുന്ന വഴിയാണ്. അതിന്റെ മുകളിലെ കോൺക്രീറ്റ് പാളിയിലേക്കാണ് തലയുടെ പിൻഭാഗം ഇടിച്ചുകൊണ്ട് ഉമാ തോമസ് വീണത്. ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ സാധിച്ചു. ഇതിനകത്തൊരു സുരക്ഷാ വീഴ്ച എന്ന് പറയുന്നത് ഇത്രയധികം ആളുകൾ പങ്കെടുക്കുന്ന പരിപാടി, 12,000 പേരെന്ന് പറയുന്നത് ആ പരിപാടിയിൽ, നൃത്ത പരിപാടിയിലെ നർത്തകരാണ്. അതിനും അപ്പുറം കാണികളുണ്ട്, സംഘാടകരുണ്ട്, അങ്ങനെ നിരവധി പേരുണ്ട്. അത്തരം ഒരു പരിപാടി നടക്കുന്ന സമയത്ത് ആംബുലൻസ് ഒക്കെ പുറത്താണ്. ഈ ഒരു അത്യാഹിതം സംഭവിക്കുന്ന സമയത്ത് ഈ ഉമാ തോമസ് MLA ഇവിടെ നിന്ന ആളുകൾ, അതായത് തൊട്ടപ്പുറത്ത് മാധ്യമങ്ങൾക്ക് വേണ്ടിയിട്ട് ക്രമീകരിച്ചിട്ടുള്ള ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു സംവിധാനമുണ്ട്. അതും നിൽക്കുന്നത് ഒരു താൽക്കാലികമായിട്ട് ഉള്ള കമ്പികളിൽ കെട്ടിക്കൊണ്ടാണ്. അതിന്റെ മുന്നിലാണ് ഈ പറയുന്ന സ്റ്റേജും ഉള്ളത്. ഞാൻ ഈ കാണുന്ന വഴിയിലൂടെയാണ് ഉമാ തോമസ് MLA ഏകദേശം 6:18 സഞ്ചരിച്ച് മുകളിലോട്ട് പോകുന്നത്. ഇത് സ്റ്റേഡിയത്തിന്റെ സ്റ്റെപ്പുകളാണ്. ഈ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകുന്നു. മുകളിൽ സ്റ്റേജ് കെട്ടിയിട്ടുണ്ട്. ഈ പറയുന്ന സ്റ്റേഡിയത്തിന്റെ ഈ ഭാഗം എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ പെർമനന്റ് ആയിട്ടുള്ള VIP ഗാലറി. ഇതിന്റെ മുകളിലായിട്ടാണ് കയർ കൊണ്ടിട്ട്, അതായത് പ്ലാസ്റ്റിക് കയറും കമ്പികളും കൊണ്ട് താൽക്കാലികമായിട്ട് സ്റ്റേജ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതാണ് VIP ഗാലറി എന്ന് ഇവർ പറയുന്ന സംവിധാനം. അതായത് ഈ കസേരകൾ ഏകദേശം 35-40ഓളം കസേരകളാണ് ഇവിടെ നിരത്തപ്പെട്ടിരുന്നത്. ഇതിന്റെ സാധാരണ രീതിയിൽ ഒരു ഗാലറി ഒരുക്കുന്ന സമയത്ത്, അതും ഇത്രയധികം ഉയരമുണ്ടെങ്കിൽ, ഇവിടെയാണ് ഒരു ബാരിക്കേഡ്, ഒരു സുരക്ഷാ ബാരിക്കേഡ്, അതായത് പകുതി ഉയരത്തിൽ ഒരു
താൽക്കാലികമായിട്ട് ഇതുപോലെ ഈ കമ്പിയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു ബാരിക്കേഡ് വെക്കേണ്ടതുണ്ട്. പക്ഷെ അതൊന്നും വെക്കാതെ മറിച്ച് ഞാൻ നേരത്തെ കാണിച്ചതുപോലെയുള്ള ഒരു താൽക്കാലിക ക്യൂ മാനേജർ റിബൺ കെട്ടിക്കൊണ്ടാണ് ഇവിടെ ഒരുക്കിയിരുന്നത്. അതിന്റെ മുകളിലായിട്ടാണ് വീണ്ടും ഉയരത്തിൽ തന്നെയാണ് സ്റ്റേജ് ക്രമീകരിച്ചിട്ടുള്ളത്. അതായത് ഈ ഉദ്ഘാടന ചടങ്ങിന്റെ അത് പെർഫോം ചെയ്യുന്നതിനുള്ള സ്റ്റേജ് ക്രമീകരിച്ചത്. ഈ പറയുന്ന നൃത്ത പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ആ മൈതാനത്തുമാണ്. ഈ ഉമാ തോമസ് നേരെ ഇവിടെ നിന്ന് കയറി വന്നു. ഈ പറയുന്ന താൽക്കാലികമായിട്ടുള്ള സ്റ്റെപ്പിലൂടെ കയറി. ഇപ്പോൾ നമുക്ക് ഇതിൽ കൂടെ കയറാൻ സാധിക്കത്തില്ല, അതിൽ സുരക്ഷാ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടും പോലീസ് അതിനെ അനുവദിക്കുന്നുമില്ല. ഈ സ്റ്റെപ്പിലൂടെ കയറി ഈ VIP ഗാലറിയിലേക്ക് എത്തുന്നു. അവിടെ ക്രമീകരിച്ചിട്ടുള്ള സീറ്റുകളിലൊക്കെ തന്നെ VIP-കളുണ്ട്. മന്ത്രി സജി ചെറിയാൻ അടക്കമുള്ള ആളുകളുണ്ട്. MLA മന്ത്രി സജി ചെറിയാനുമായിട്ട് സംസാരിച്ച് പിന്നോട്ട് സ്വന്തം ഇരിപ്പിടത്തിലേക്ക് മറ്റ് ആളുകളുമായിട്ട് ആശയവിനിമയം നടത്താനായിട്ട് തിരിഞ്ഞ സമയത്താണ് പെട്ടെന്ന് കാല് തെറ്റി താഴേക്ക് പതിക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന ക്യൂ മാനേജറിലാണ് ആ ഒരു കൈ പിടിച്ചത് ആദ്യഘട്ടത്തിൽ. ആ ക്യൂ മാനേജറും ഒപ്പം തന്നെ MLA-യോടൊപ്പം താഴേക്ക് വീണതാകട്ടെ ഈ പറയുന്ന ആ കോൺക്രീറ്റ് സ്ലാബുകൾ ആ തൊട്ടപ്പുറത്ത് ഈ തറയോടുണ്ട്. ഈ കോൺക്രീറ്റ് സ്ലാബ് എന്ന് പറയുന്നത് ഓടയുടെ ഭാഗമാണ്. ആ കോൺക്രീറ്റ് സ്ലാബിൽ തലയിടിച്ച് വീണു. ആ ഉമാ തോമസ് MLA-യുടെ ചെരുപ്പാണ് ആ കാണുന്നത്. ഈ ഒരു സംവിധാനത്തിൽ ആ താഴെ വന്ന് തലയിടിച്ച് വീണ് പിൻഭാഗത്താണ് തലയിടിച്ചിട്ടുള്ളത്. രക്തം വലിയ രീതിയിൽ വാർന്നു പോവുകയും ചെയ്തിരുന്നു. പിന്നീട് ആളുകളൊക്കെ തന്നെ കൂടിയെടുത്ത് MLA ആ വഴിയിൽ കൂടെ കൊണ്ടുപോയി. ആംബുലൻസ് പുറത്തായിരുന്നു. കാരണം ഇത്രയധികം ആളുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഇവിടേക്ക് പെട്ടെന്ന് ആളുകളെ എത്തിക്കാൻ, അല്ലെങ്കിൽ ഒരു അത്യാഹിതം സംഭവിച്ചു കഴിഞ്ഞാൽ പുറത്തേക്ക് എത്തിക്കാനായിട്ടുള്ള ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ല. മറ്റൊന്ന്, ഈ സ്റ്റേജ് നിർമ്മിച്ചിരിക്കുന്ന രീതി താൽക്കാലികമായിട്ട് സാധാരണ രീതിയിലുള്ള ഉയരം ഇതാണ്. അതിനും അപ്പുറത്തേക്ക് വീണ്ടും ഉയരത്തിലാണ് സ്റ്റേജ് ക്രമീകരിച്ചത്. അതിന് തൊട്ട് താഴെ VIP ഗാലറിയും ക്രമീകരിച്ചു. ഒരു VIP ഗാലറി ആണെങ്കിലും കാണികൾക്കുള്ള ഗാലറി ആണെങ്കിലും വേണ്ട സുരക്ഷാ സംവിധാനങ്ങളോ മാനദണ്ഡങ്ങളോ ഇതിലൊന്നും തന്നെ പാലിക്കപ്പെട്ടിട്ടില്ല എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും. എന്തായാലും ആ ഒരു സുരക്ഷാ വീഴ്ച തന്നെയാണ് ഇത്തരമൊരു അപകടത്തിന് കാരണമായിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പാലാരിവട്ടം പോലീസ് നിലവിൽ കേസെടുത്തിട്ടുള്ളത്. 14 അടി ഉയരം എന്നുള്ള രീതിയിലാണ്, 14 അടി ഉയരത്തിൽ നിന്നുമാണ് വീണത് എന്നാണ് പ്രഥമ വിവര റിപ്പോർട്ടിൽ വ്യക്തമാകുന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ 18-20 അടി എന്നൊക്കെയാണ് നമുക്ക് മനസ്സിലായത്. പക്ഷേ 14 അടി എന്നുള്ള രീതിയിലാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ച സംഘാടകരുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. അത് നമുക്ക് കാണുമ്പോൾ തന്നെ വ്യക്തമാകും. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഴ്ചയുടെ ഈ പാസേജ്, അതായത് ഈ FIR-ൽ പറയുന്നത് ഈ VIP ഗാലറിയുടെ ആ ഒരു സംവിധാനം ഒരുക്കുന്ന സമയത്ത് അതിൽ കൂടെ പോകാനായിട്ടുള്ള ഒരു പാസേജ് ഇല്ല. അതോടൊപ്പം തന്നെ സുരക്ഷാ ബാരിക്കേഡ് ക്രമീകരിച്ചിട്ടുമില്ല. ഇതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഭാരതീയ ന്യായ സംഹിത 125B-യും 125 സെക്ഷൻ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് നിലവിൽ പാലാരിവട്ടം പോലീസ് കേസെടുത്തിരിക്കുന്നത്. എന്തായാലും വിശദമായിട്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നിരിക്കുകയാണ്. രേഷ്മ ബാബു കൃത്യമായി വിവരങ്ങൾ പ്രേക്ഷകർക്ക് മനസ്സിലാകുന്ന നിലയിൽ അത് വിശദീകരിച്ചു. എങ്ങനെയാണ് അപകടം നടന്നത്? സ്റ്റേജിന്റെ ഏത് ഭാഗത്ത് വെച്ചാണ് അത്? സ്റ്റേജിലേക്ക് കയറുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന അപകട സാധ്യത എന്താണ്? എത്രമാത്രം ഉയരത്തിൽ നിന്നാണ് വീണത്? ഉമാ തോമസ് വീണ സ്ഥലം ഏത്? അപകടം നടന്നത് എങ്ങനെ? എന്തെല്ലാമായിരുന്നു സുരക്ഷാ വീഴ്ച? കൃത്യമായി അത് രേഷ്മ ബാബു പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. അത് വളരെയധികം മനസ്സിലാക്കുകയും ചെയ്തു. നമ്മൾ എത്ര പറഞ്ഞാലും, അപകടം നടന്നു എന്ന് എത്ര പറഞ്ഞാലും അത് മനസ്സിലാവില്ല. പക്ഷേ ആ അപകടം നടന്ന സ്ഥലത്തേക്ക് അതിൻ്റെ ദൃശ്യങ്ങൾ, അതിൻ്റെ കൃത്യമായ വിവരണമാണ് ഇപ്പോൾ രേഷ്മ ബാബു നൽകിയത്. അപ്പോൾ ഇത് അപകടം എങ്ങനെ നടന്നു എന്ന് കൃത്യമായി നമുക്ക് ബോധ്യം വരുന്നുണ്ട്. വലിയ സുരക്ഷാ വീഴ്ച തന്നെയാണ് അവിടെ ഉണ്ടായത്. MLA പോലെ ഏതൊരാൾക്കും അപകട സാധ്യത ഉണ്ടാകുന്ന ഒരു സ്ഥലമായിരുന്നു അത് പക്ഷേ സംഘാടകരുടെ വീഴ്ച തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് ആശുപത്രിയിലേക്ക് ഒന്ന് പോകേണ്ടതുണ്ട്. ബീന റാണി ആശുപത്രിയിൽ നിന്ന് ചേരുന്നു. ഉമാ തോമസിൻ്റെ ആരോഗ്യനിലയെ സംബന്ധിച്ച് 10:30 മണിക്ക് മെഡിക്കൽ ബുള്ളറ്റിൻ വരുമെന്നാണല്ലോ അറിയുന്നത്. വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം കോട്ടയത്തു നിന്നും എറണാകുളത്തും ഒക്കെയുള്ള വിദഗ്ധ ഡോക്ടർമാർ ഉമാ തോമസിനെ ചികിത്സിക്കുന്നുണ്ട്. ആരോഗ്യനിലയെ സംബന്ധിച്ച് എന്തെങ്കിലും പുതിയ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ ബീന റാണി? വിനോദ്, ഉമാ തോമസ് MLA-യുടെ ആരോഗ്യനില അതുപോലെ തന്നെ തുടരുന്നു എന്നാണ് പ്രാഥമികമായി പറയാൻ കഴിയുന്നത്. അപകട നില തരണം ചെയ്യാറായിട്ടില്ല. അപകടം പറ്റിയ പരിക്ക് ഗുരുതരമല്ല എന്ന് പറയുമ്പോഴും അപകടനില തരണം ചെയ്യാറായിട്ടില്ല എന്നാണ് ഡോക്ടർമാർ വ്യക്തമാക്കുന്നത്. ഇന്നലെ രാത്രി 11 മണിയോടെ കോട്ടയത്തു നിന്നുള്ള മെഡിക്കൽ സംഘം എത്തി പരിശോധന നടത്തിയിരുന്നു. ഡോക്ടർ ജയകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് എത്തി പരിശോധന നടത്തിയത്. ചികിത്സയെപ്പറ്റി വിശദമായി
വിലയിരുത്തി അതുമായി ബന്ധപ്പെട്ട മെഡിക്കൽ റിപ്പോർട്ടുകളും എല്ലാം പരിശോധിച്ചതിന് ശേഷം ചികിത്സ തൃപ്തികരമായി നടക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഇന്ന് ഉമാ തോമസ് MLA സ്കാനിങ് അടക്കമുള്ള എല്ലാ പരിശോധനകൾക്കും ശേഷം ICUവിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നാൽ ICUവിലും വെന്റിലേറ്റർ സപ്പോർട്ടോടെ തന്നെയാണ് ഉമാ തോമസ് തുടരുന്നത്. തീർച്ചയായും വളരെ സാവധാനം ചികിത്സിക്കേണ്ട ഒരു നിലയിലാണ് ഉമാ തോമസ് ഇപ്പോൾ ഉള്ളതെന്നാണ് ഡോക്ടർമാർ വിശദീകരിക്കുന്നത്. രക്തസമ്മർദ്ദം അടക്കമുള്ള കാര്യങ്ങൾ നിരീക്ഷിച്ച ശേഷമായിരിക്കും കൂടുതൽ ചികിത്സയിലേക്ക് കിടക്കേണ്ടത്. എന്നാലും ഇന്നലെ വൈകിട്ട് സംഭവിച്ച അപകടം 24 മണിക്കൂർ പിന്നിടുമ്പോൾ മാത്രമേ അപകടനില തരണം ചെയ്തു എന്ന് പറയാനാവൂ എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. പ്രധാനമായും നട്ടെല്ലിനും ശ്വാസകോശത്തിനും തലച്ചോറിനുമാണ് പരിക്കേറ്റിട്ടുള്ളത് എന്നതുകൊണ്ട് തന്നെ വളരെ നിർണായകമായ ചില മണിക്കൂറുകളാണ് കടന്നു പോകുന്നതെന്ന് ഡോക്ടർമാർ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും 10:30 ഉമാ തോമസിൻ്റെ ഏറ്റവും ഒടുവിലത്തെ നില സംബന്ധിച്ച് മെഡിക്കൽ റിപ്പോർട്ട് പുറത്തിറക്കുമെന്നാണ് കരുതുന്നത്. 2 വാരിയലുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ഒരു വാരിയലിൻ്റെ പരിക്കാണ് ശ്വാസകോശത്തിൻ്റെ ഗതിയും ഇത്ര നിർണായകമാക്കിയത്. അത് ശ്വാസകോശത്തിൽ രക്തം കട്ട പിടിക്കാൻ, അതിൽ നിന്നുണ്ടായ ബ്ലീഡിങ് രക്തം കട്ട പിടിക്കാൻ കാരണമായിട്ടുണ്ട്. ഉമാ തോമസിന് ഹൃദയ സംബന്ധമായ ചില അസുഖങ്ങൾ ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എക്കോസ്പിരിൻ അടക്കമുള്ള മരുന്നുകൾ കഴിക്കുന്നുണ്ടായിരുന്നു. ഇത് രക്തം കട്ട പിടിക്കുന്നതിന് താമസമാകും. അതുകൊണ്ട് തന്നെ രക്തസ്രാവം കുറച്ച് രൂക്ഷമായി തന്നെ ആദ്യ മണിക്കൂറുകളിൽ തുടർന്നിരുന്നു. അതൊക്കെ തന്നെയാണ് ഇത്തരത്തിൽ അപകടനില തരണം ചെയ്യുന്നത് വരെ കാത്തിരിക്കേണ്ടി വരുമെന്ന് ഡോക്ടർമാർ പറയാനുള്ള കാര്യം. എന്തായാലും ഇപ്പോൾ നടക്കുന്ന ചികിത്സ തൃപ്തികരമാണ് എന്ന് വിലയിരുത്തിയിട്ടുണ്ട്. എല്ലാവിധ സംവിധാനങ്ങളും, അതായത് കൃത്യമായ നിരീക്ഷണവും നടക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നിർണായകമായിട്ടുള്ളത് ഈ തലച്ചോറുമായി ബന്ധപ്പെട്ട പരിക്ക് തന്നെയാണ്. അത് സാവധാനം മാത്രം പരിഹരിക്കപ്പെടാനേ സാധിക്കുകയുള്ളൂ എന്നാണ് ഡോക്ടർമാർ ഇപ്പോൾ പറയുന്നത്. കൂടുതൽ വിവരങ്ങൾ 10:30 മെഡിക്കൽ ബുള്ളറ്റിലൂടെ അറിയാം എന്നാണ് ഇപ്പോൾ കരുതുന്നത്. എന്തായാലും ഇപ്പോഴും വെന്റിലേറ്റർ സപ്പോർട്ടോടെ തന്നെ ICUവിൽ തുടരുകയാണ് ഉമാ തോമസ് MLA. കൂടുതൽ നിരീക്ഷണം അല്ലെങ്കിൽ കൂടുതൽ ഡോക്ടർമാർ എത്തി പരിശോധന കൂടുതൽ കാര്യക്ഷമമാക്കാനുള്ള നീക്കങ്ങളും നടക്കുന്നുണ്ട്. ഇന്നലെ തന്നെ രാത്രിയിൽ തന്നെ ഇത്തരത്തിലുള്ള വിദഗ്ധ സംഘം എത്തി പരിശോധന നടത്തിയപ്പോൾ ചികിത്സ അടക്കം ഗുരുതരമാണ് എന്ന് കണ്ടെത്താനാവില്ല എങ്കിൽ പോലും അപകടനില തരണം ചെയ്യാനായിട്ടില്ല എന്ന നിലപാടാണ് അറിയിച്ചിരുന്നത്. എന്തായാലും ഇപ്പോഴും ഒരു പൂർണ്ണമായും ഒരു ആരോഗ്യനിലയിൽ മാറ്റമുണ്ടായി എന്ന് പറയാൻ സാധിക്കാത്ത ഒരു അവസ്ഥ തന്നെയാണുള്ളത്. ആശുപത്രിയിൽ കൂടുതൽ വിദഗ്ധ സംഘം പരിശോധനയ്ക്കായി എത്തുന്നുണ്ട്. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നും ഒപ്പം കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നുമെല്ലാം തന്നെ എല്ലാവരും ഉമാ തോമസിൻ്റെ ആരോഗ്യ നിലയിൽ നിരീക്ഷണത്തിലാണ് നിലവിലുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ 10:30 മെഡിക്കൽ ബുള്ളറ്റിനിൽ പുറത്തിറക്കുമെന്ന് കരുതുന്നു. അതെ, 10:30 മെഡിക്കൽ ബുള്ളറ്റിൻ വരുമ്പോഴാണ് ഉമാ തോമസ് MLAയുടെ ആരോഗ്യനിലയെ സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ നമുക്ക് ലഭിക്കുക. വിവരങ്ങൾ നൽകുകയായിരുന്നു ബീന റാണി.